ഓം ശാന്തി. ഇന്ന് 3/8/2020. ഇന്ന് ബാബ പറയാണ്, मीठे बच्चे, तुम्हें सर्विस की बहुत उछल आनी चाहिए. ज्ञान और योग है तो दूसरों को भी सिखाओ, സർവീസ് की വൃദ്ധി करो. അപ്പം ഇന്ന് ബാബ മുഴുവൻ മുരളിയിലും സർവീസിന് വേണ്ടി ഫോഴ്സ് ചെലുത്തുകയാണ്. മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് സർവീസിൽ വളരെ താല്പര്യം ഉണ്ടാവണം, വളരെയധികം ലഹരി ഉണ്ടാവണം. ജ്ഞാനവും യോഗവും ഉണ്ടെങ്കിൽ, നമ്മളിൽ അത് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളത് മറ്റുള്ളവരെയും പഠിപ്പിക്കൂ എന്ന് ബാബ പറഞ്ഞു തരികയാണ്. സേവനത്തിൻ്റെ അഭിവൃദ്ധി ഉണ്ടാക്കൂ, സേവ വർദ്ധിപ്പിക്കൂ. इन्नते ചോദ്യം, सर्विस में उछल न आने का कारण क्या है? किस विघ्न के कारण उछल नहीं आती? സേവയിൽ ആ ഒരു ലഹരി വരാത്തതിൻ്റെ കാരണം എന്താണ്? സേവനത്തിൽ അങ്ങനെയുള്ളൊരു ഉന്മേഷം, ഉത്സാഹം വരാത്തതിൻ്റെ കാരണം എന്താണ്? ഏത് വിഘ്നം കാരണമാണ് ആ ലഹരി വരാത്തത്, സേവനം ചെയ്യാൻ തോന്നാത്തത്? ബാബ ഈ കഴിഞ്ഞ മുരളികളിൽ തുടർച്ചയായിട്ട് പറയുന്നൊരു പോയിൻ്റ് നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടി ബാബ പറയാണ്. ഉത്തരം, സബ്സെ ബഡ വിഘ്ന ഹേ ക്രിമിനൽ ഐ.
ഏറ്റവും വലിയ വിഘ്നമാണ് നമ്മളുടെ ക്രിമിനലായ കണ്ണുകൾ, അപവിത്രമായ കണ്ണുകൾ, വികാരി കണ്ണുകൾ. ഏത് ദുർവികാരം വേണമെങ്കിലും ഈ കണ്ണുകളിലൂടെ വന്നാൽ അതിനെ പറയാം ക്രിമിനൽ ഐ. ഈ ബീമാരി സർവീസ് മേ ഉച്ചലിനെ നഹി ദേത്തി. ഈ ഒരു രോഗം സേവനത്തിൽ ആ ഉത്സാഹം വരാൻ സമ്മതിക്കില്ല. ये बहुत कड़ी बीमारी है. ഇത് വളരെ കടുത്ത രോഗമാണ്. ബാബ പറയാണ് ഇത് വളരെ കടുത്ത രോഗമാണ്. अगर क्रिमिनल आई टंडी नहीं हुई, गृहस्थ व्यवहार में दोनों पहिए ठीक नहीं चलते तो गृहस्थी का बोझ हो जाता, फिर हल्के हो सर्विस में उछल नहीं सकते. ഈ അപവിത്രമായ കണ്ണുകളെ അല്ലെങ്കിൽ ഈ ക്രിമിനൽ കണ്ണിനെ തണുപ്പിക്കണം, ശീതളമാക്കണം. അഥവാ അത് ശീതളമായില്ല എങ്കിൽ കുടുംബജീവിതത്തിൽ ഇരുന്നു കൊണ്ടും രണ്ട് ചക്രങ്ങളും ഒരേപോലെ മുന്നോട്ട് പോയില്ല എങ്കിൽ ഒരു ഗൃഹസ്ഥൻ്റെ ഭാരം ബാധിക്കും. നമ്മൾ ഗൃഹസ്ഥരല്ലല്ലോ ആകേണ്ടത്, ട്രസ്റ്റി അല്ലേ. പിന്നീട് വളരെ ഭാരം കുറഞ്ഞവരായി ലൈറ്റായി സർവീസിൽ താല്പര്യത്തോടു കൂടി പ്രവർത്തിക്കാനും പറ്റില്ല. ഇതിനെല്ലാം കാരണം എന്താണ്? ഏറ്റവും വലിയ വിഘ്നം ക്രിമിനലായ കണ്ണ്. ഇന്നത്തെ ഗീതം ജാഗ് സജിനിയാം ജാഗ്. ഉണരൂ സജിനികളെ ഉണരൂ, നവയുഗം വരാറായി. ഓം ശാന്തി. മീറ്റെ മീറ്റെ ബച്ചോം ने ഗീത് സുന. മധുരമധുരമായ കുട്ടികൾ ഗീതം കേട്ടോ. ऐसे ऐसे 2-4 अच्छे गीत है, वो सभी के पास होना चाहिए या टेप में भरना चाहिए. അപ്പോൾ ഇതേപോലത്തെ 2-4 നല്ല നല്ല ഗീതങ്ങൾ നമ്മളെല്ലാവരുടെ അടുത്തും വേണമെന്ന് ബാബ പറയാണ്. അല്ലെങ്കിൽ അത് ടേപ്പിൽ നിറയ്ക്കണം, റെക്കോർഡ് ചെയ്ത് വെച്ചേക്കണം, നമുക്കിഷ്ടമുള്ളപ്പോൾ കേൾക്കാം. तो अब यह तो गीत मनुष्यों का बनाया हुआ कहेंगे. ഈ ഗീതങ്ങളെല്ലാം മനുഷ്യരാൽ ഉണ്ടാക്കപ്പെട്ടതാണ് എന്ന് പറയാം. ഡ്രാമ അനുസാർ ടച്ച് കിയാ ഹുവാ ഹേ ജോ ഫിർ ബച്ചോं को काम आ जाते. എൻ്റെ അർത്ഥം അതെല്ലാം ലൗകികത്തിലുള്ളവരുണ്ടാക്കിയ പാട്ടുകളാണ്. ഡ്രാമ അനുസരിച്ച് അവർക്കും അവർ അർത്ഥവത്തായ പാട്ടുകൾ അവർക്ക് ടച്ചായതനുസരിച്ച് അവർ ഉണ്ടാക്കി. പക്ഷെ അതിപ്പോൾ കുട്ടികൾക്ക് ഉപയോഗം വന്നു എന്ന് ബാബ പറയണം. അതേസമയം അത് അന്നത്തെ കാലം, പണ്ടത്തെ കാലം. ഇപ്പോൾ ബാബയുടെ കുട്ടികൾ എഴുതിയ എത്രയോ പാട്ടുകളുണ്ട്. तो ऐसे ऐसे गीत बच्चों को सुनने से नशा चढ़ता है. ഈ രീതിയിലുള്ള ഗീതങ്ങൾ കുട്ടികൾ കേട്ടാൽ കുട്ടികൾക്ക് ലഹരി കൂടും. बच्चों को तो नशा चढ़ा रहना चाहिए. अभी हम नई राजाई स्थापन कर रहे हैं. കുട്ടികൾക്ക് ഈ ലഹരി എപ്പോഴും കൂടി കൂടി വരാനേ പാടുള്ളൂ. കാരണം നമ്മളിപ്പോൾ പുതിയ രാജധാനി സ്ഥാപിക്കുകയാണ്, പുതിയ ലോകം സ്ഥാപിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ലഹരി ഇടയ്ക്ക് കൂടുതൽ ഇടയ്ക്ക് കുറവ് അങ്ങനെയല്ല. ലഹരി എപ്പോഴും ഒരേ അവസ്ഥയിൽ കൂടി തന്നെ ഇരിക്കണം. രാവൺസേ ലേരേ. ആരിൽ നിന്നാണ് നമ്മൾ പുതിയ രാജ്യം നേടിയെടുക്കുന്നത്? രാവണൻ്റെ കയ്യിൽ നിന്നാണ്. ജേസെ കോയി ലടുത്തേ ഹേ തോ ക്യാൽ രഹത്താ ഹേ നാ എനിക്ക് രാജായി ഹബ് കർ ലേവേ. ഇപ്പം രണ്ടുപേര് തമ്മിൽ യുദ്ധം ചെയ്യുമ്പം ഉള്ളിൽ എന്തായിരിക്കും ചിന്ത വരുന്നത്? അവരുടെ രാജ്യം ഞാൻ വിഴുങ്ങാം, നേടിയെടുക്കാം. तो इसका गाँव हम अपने हाथ करें. ഇവരുടെ ഗ്രാമം ഞാൻ എൻ്റെ കയ്യിലേക്ക് നേടിയെടുക്കാം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ സബ് ഹദ്ക്കിലേലെടുത്തേ. ഇതെല്ലാം പരിധിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്. തും ബച്ചോं की लड़ाई है माया से. നമുക്കതൊന്നും വേണ്ട. നമ്മളുടെ യുദ്ധം മായയോടാണ്. ജിസ്കാ ശിവായെ തും ബ്രാഹ്മണോ കെ ഓർ കോയി കോ പതാ നഹി. ഈ മായയോടുള്ള യുദ്ധം ബ്രാഹ്മണർക്കല്ലാതെ മറ്റാർക്കും അറിയില്ല എന്നുള്ളതാണ് വലിയൊരു സത്യം. തും ജാനത്തെ ഹോ. ബ്രാഹ്മണരിങ്ങനെ ശാന്തമായിരിക്കും, യോഗം ചെയ്യും, കർമ്മയോഗം ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷെ ഉള്ളിലെന്ത് നടക്കുന്നുണ്ട്? യുദ്ധവും ഉണ്ട്. ബാബ പറയാണ് തും ജാനത്തെ ഹോ ഹംകോ ഇസ് വിശ്വ पर गुप्त രീതി രാജ്യസ്ഥാപൻ കർണ ഹെ അഥവാ ബാപ്സെ വർസാലേനി ഹെ. അപ്പോൾ നമുക്കറിയാം നമ്മൾക്ക് ഈ വിശ്വത്തിൽ ഗുപ്ത രീതിയിൽ രാജ്യം സ്ഥാപിക്കണം, അഥവാ ബാബയിൽ നിന്ന് ഗുപ്തമായ രീതിയിൽ സമ്പത്ത് എടുക്കണം.
ഇൻകോ വാസ്തവമേ ലഡായി ബി നഹി കഹെങ്കെ. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് യുദ്ധമല്ല, ഇവിടെ യുദ്ധത്തിൻ്റെ കാര്യമേ ഇല്ല. ഡ്രാമ അനുസാർ തും ജോ സദോ പ്രധാൻ സെ തമോ പ്രധാൻ ബനെ ഹോ സോ ഫിർ സദോ പ്രധാൻ ബന്ന ഹെ. ഡ്രാമ അനുസരിച്ച് നിങ്ങൾ സദോ പ്രധാനത്തിൽ നിന്ന് തമോ പ്രധാനമായി വീണ്ടും സദോ പ്രധാനമാകണം. അതിനുള്ള പുരുഷാർത്ഥമാണ് നമ്മൾ ചെയ്യുന്നത്. ഇസ്കോ തും അപ്പനെ ജന്മോക്കോ നഹി ജാൻതേത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജന്മങ്ങളെപ്പറ്റി പോലും അറിയില്ലായിരുന്നു. അഭി ബാപ്പിനെ സംജായ. ഇപ്പോൾ ബാബ നമുക്ക് മനസ്സിലാക്കി തന്നു. और जो भी धर्म है उनको ये നോളജ് मिलने का है नहीं. വേറെ മറ്റേതൊരു ധർമ്മത്തിലുള്ളവർക്കും ഈ ജ്ഞാനം കിട്ടില്ല. ബാപ്പ് തും ബച്ചോं को ही बैठ समझाते हैं. ബാബ കുട്ടികൾക്കാണ് മനസ്സിലാക്കി തരുന്നത്. അത് നമ്മളുടെ ഏറ്റവും വലിയ സോമാനമാണ്. ശിവബാബ പറഞ്ഞു തരുന്നതെല്ലാം തൻ്റെ സ്വന്തം കുട്ടികൾക്ക് വേണ്ടിയാണ്. ഗായ ബി ജാത്ത ഹെ ധർമ്മമേ താക്കത്ത് ഹെ. ഇങ്ങനെ മഹിമയുണ്ട്. അതായത് റിലീജിയൻ ഈസ് മൈറ്റ്. ധർമ്മത്തിൽ ശക്തിയുണ്ട്. ഭാരതവാസിയോക്കോ ഈ പതാ നഹി ഹമാര ധർമ്മ ക്യാ ഹെ. ചൊല്ലൊക്കെ ഉണ്ട്, കാര്യമൊക്കെ ശരി തന്നെ. പക്ഷേ ഭാരതത്തിലുള്ളവർക്ക് ഇതുപോലും അറിഞ്ഞുകൂടാ നമ്മുടെ ധർമ്മം ഏതാണ്. തുംകോ ബാപ്പ് ദ്വാര പതാ പടാ കി ഹമാരി ആദി സനാതൻ ദേവി ദേവത ധർമ്മ ഹെ. നിങ്ങൾക്ക് ബാബയിലൂടെ കാര്യം മനസ്സിലായി. നമ്മളുടേത് ആദി സനാതന ദേവി ദേവത ധർമ്മമാണ്. ബാപ്പ് ആക്കർ ഫിർ തുംകോ ഉസ് ധർമ്മമേ ട്രാൻസ്ഫർ കർത്തേ ഹെ. നമ്മളെ ബാബ വന്ന് വീണ്ടും ആ ധർമ്മത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. തും ജാൻതി ഹോ ഹമാര ധർമ്മ കിത്തന സുഖ് ദേനെ വാലേ ഹെ. നമുക്കറിയാം നമ്മളുടെ ഈ ധർമ്മം നമുക്ക് എത്ര സുഖം തരുന്നതാണ്. തുംകോ കോയി സെ ലഡായി ആദി നഹി കർണ ഹെ. നിങ്ങൾ ആരോടും യുദ്ധം ചെയ്യണ്ട. ഇവിടെ യുദ്ധമില്ല, പിന്നെന്താ ഉള്ളത് ഇവിടെ? തുംകോ തോ अपने स्वधर्म में टिकना है और बाप को याद करना है. इसमें भी टाइम लगता है. ऐसा नहीं सिर्फ कहने से टिक जाता है. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ നമ്മുടെ സ്വധർമ്മത്തിൽ ഉറച്ചിരിക്കണം, സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യണം, പിന്നെ ബാബയെ ഓർമ്മിക്കണം. പക്ഷേ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല, സമയമെടുക്കും. ബാബ അങ്ങ് പറഞ്ഞ ഉടനെ നമ്മൾ ആ സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യും എന്ന് വിചാരിച്ച് കളയരുത്. അന്തർമേ ഈ സ്മൃതി രഹനി ചായി. ഉള്ളിൽ എപ്പോഴും ഈ സ്മൃതി വേണം. ഏത് സ്മൃതി? മേ ആത്മാ ശാന്തസ്വരൂപവും. ഞാൻ ആത്മാവ് ശാന്തസ്വരൂപമാണ് എന്നുള്ള സ്മൃതി ഉണ്ടായിട്ടേ അങ്ങനെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഹം ആത്മാ അഭി തമോ പ്രധാൻ പതിത് ബനി ഹെ. നമ്മൾ ആത്മാ ഇപ്പോൾ തമോ പ്രധാനവും പതിതവും ആയി. ഹം ആത്മാ ജബ് ശാന്തിധാമ്യേ ഥി തോ പവിത്ര ഥി. നമ്മൾ ആത്മാ ശാന്തിധാമത്തിലായിരുന്നപ്പം പവിത്രമായിരുന്നു. ഫിർ പാട്ട് ബജാത്തെ ബജാത്തെ തമോ പ്രധാൻ ബന. അബ് ഫിർ പവിത്ര ബൻ ഹംകോ വാപ്പസ് ഗർ ചലന ഹെ. നമ്മൾ ശാന്തിധാമത്തിലായിരുന്നപ്പം പവിത്രമായിരുന്നു. പിന്നീട് പാട്ട് അഭിനയിച്ചാണ് തമോ പ്രധാനമായത്. ഇപ്പോൾ വീണ്ടും പവിത്രമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങണം. ബാപ്പ് സെ വർഷ ലേനെ കെ ലിയെ അപ്പനെ കൊ ആത്മനിശ്ചയ കർ ബാപ്കു യാദ് കർണ ഹെ. ബാബയിൽ നിന്ന് സമ്പത്ത് എടുക്കാൻ വേണ്ടി രണ്ട് കാര്യങ്ങൾ ചെയ്യണം. സ്വയം ആത്മനിശ്ചയം ചെയ്യണം, എന്നിട്ട് ബാബയെ ഓർമ്മിക്കണം. തുംകോ നശ ചടേക ഹം ഈശ്വർ കി സന്താൻ ഹെ. നിങ്ങൾക്ക് ലഹരി കൂടണം, നമ്മൾ ഈശ്വരൻ്റെ സന്താനമാണ്. ബാപ്കോ യാദ് കർണേ സെ ഹി വികർമ്മ വിനാശോത്തെ ഹെ. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ മാത്രമേ വികർമ്മം വിനാശമാകൂ. കിത്തന സഹജം. ഇത് വളരെ സഹജമായ കാര്യമാണ്. യാദ് സെ ഹം പവിത്ര ബൻ ഫിർ ശാന്തിധാമേ ചലേ ജായെങ്കെ. ഓർമ്മയിലൂടെ നമ്മൾ പവിത്രമായി ശാന്തിധാമത്തിലേക്ക് മടങ്ങിപ്പോവും. ദുനിയ ഇസ് ശാന്തിധാംകോ സുഖധാംകോ ബി നഹി ജാൻതി. ലോകത്തിന് ഈ ശാന്തിധാമത്തെക്കുറിച്ചോ സുഖധാമത്തെക്കുറിച്ചോ അറിയില്ല. ഏ ബാത്തേം കൊയ് ശാസ്ത്രമേ ബി നഹി ഹെ. ഈ കാര്യങ്ങൾ ശാസ്ത്രങ്ങളിലും പറഞ്ഞിട്ടില്ല. ജ്ഞാനസാഗർ കി ഹൈഹി ഏക ഗീത. ജ്ഞാനസാഗരത്തിൻ്റേത് ഒരേ ഒരു ഗീതയാണ്. ജിസ്മേ ഫിർ നാം ബദൽ കിയ. പിന്നെ അതിലൊരു കുഴപ്പം സംഭവിച്ചത്, പേര് മാറ്റിക്കളഞ്ഞു. സർവ്വ സദ്ഗതി ദാത ജ്ഞാൻ കാ സാഗർ ഉസ് പരംപിത പരമാത്മാക്കോ കഹാ ജാത്ത ഹെ. സർവരുടെയും സദ്ഗതി ദാതാന്നും ജ്ഞാനസാഗരനെന്നും എല്ലാം വിളിക്കുന്നത് ആ ഒരു പരംപിത പരമാത്മാവിനെയാണ്. ഓർ കൊയ്ക്കോ ജ്ഞാനവാൻ കഹനൈ സക്ത. വേറെ ആരെയും ജ്ഞാനവാൻ എന്ന് വിളിക്കാൻ പറ്റില്ല. ജബ് യേ വോ ജ്ഞാൻ ദേ തബ് തും ജ്ഞാൻവാൻ ബനു. നമ്മൾ ജ്ഞാനിയാവും. എപ്പോഴാണ് നമ്മൾ ജ്ഞാനിയാവുന്നത്? ബാബ വന്ന് ജ്ഞാനം തന്നാൽ മാത്രം. അഭി സഭി ഹേ
അപ്പം ജ്ഞാനം ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ ആരായിരുന്നു? ഇന്നത്തെ ലോകത്തിലുള്ളവരാരാണ്? എല്ലാവരും ഭക്തിവാനാണ്, ഭക്തന്മാരാണ്. തുംബിധേ, നമ്മളും അങ്ങനെ ആയിരുന്നു. അബ് ഫിർ ജ്ഞാനവാൻ ബൻതേ ജാരേ ഹെ, ഇപ്പം നമ്മൾ ജ്ഞാനികളായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്പർ വാർ പുരുഷാർത്ഥ അനുസാർ ജ്ഞാൻ കൊയ്മേ ഹേ കൊയ്മേ നഹി തോ ക്യാ കहेंगे. അതായത് നമ്മളുടെ നമ്പർ വാർ പുരുഷാർത്ഥം അനുസരിച്ചാണ് ഈ ജ്ഞാനം അകത്തോട്ട് കയറുന്നത്. ചിലരുടെ ജ്ഞാനം ഉണ്ട്, ചിലരുടെ ജ്ഞാനം കുറവായിരിക്കും. അപ്പോൾ അവരെന്ത് പറയാം? ആ പുരുഷാർത്ഥം അനുസരിച്ച് ഉസ് ഹിസാബ് സെ ഊഞ്ച് പത് പാനസക്കെ, ജ്ഞാനം കൂടുതൽ എടുത്തില്ലെങ്കിൽ ഉയർന്ന പദവി ആ കണക്കനുസരിച്ച് എടുക്കാൻ പറ്റില്ല, പ്രാപ്തമാക്കാൻ പറ്റില്ല. ബാപ്പ് സർവീസ് കെ ലിയെ കിतना उछलते हैं, बच्चों में अभी ये ताकत आई नहीं. ये किसको अच्छी രീതി समझाइए. ബാബ സേവനത്തിന് വേണ്ടി എന്തു ലഹരി പിടിപ്പിക്കുന്നു നമ്മളെ. പക്ഷേ അന്നത്തെ കാലത്ത് ബാബയുടെ കുട്ടികൾ വളരെ കുറവായിരുന്നു. പ്രത്യേകിച്ച് സേവനത്തിനൊക്കെ ഇറങ്ങി തിരിച്ച് സേവനം കണ്ടുപിടിച്ച് സേവ ചെയ്യുന്നവരൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ ബാബ സേവാധാരികളെ തയ്യാറാക്കാൻ വേണ്ടി നമ്മളെ അങ്ങ് ശരിക്കും ലഹരി പിടിപ്പിക്കുന്നതാണ്. അതായത് കുട്ടികളിൽ ഇതുവരെ ആ ശക്തി വന്നിട്ടില്ല, മറ്റൊരാൾക്ക് നല്ലതുപോലെ മനസ്സിലാക്കി കൊടുക്കാനുള്ള ശക്തി വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ബാബ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ്, ശക്തി തരികയാണ്. എസ് യുക്തിയാ രചിച്ചേ, നിങ്ങൾ അങ്ങനെയുള്ള യുക്തികൾ രചിക്കണം. ബാപ്പ് भले बच्चे मेहनत कर कॉन्फ्रेंस आदि कर रहे हैं, गोबों में कुछ ताकत है, उनको ख्याल रहता है कि संगठन हो जिसमें युक्तियाँ निकाले. എന്നിട്ട് ബാബ പറയാണ്, കുട്ടികൾ പ്രയത്നിച്ച് കോൺഫറൻസൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ ഭായിമാർ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ആദ്യം വന്ന ഗ്രൂപ്പ്, അതിൽ ഈ ദാദിമാർ പിന്നെ വന്ന ദീദിമാർ അവരൊന്നും അത്രയങ്ങ് ഒരുപക്ഷെ വിദ്യാഭ്യാസമുള്ളവർ അല്ലായിരുന്നു. കുറച്ച് പേരെ വിദ്യാഭ്യാസമുള്ളവരുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ബ്രദേഴ്സ് ആകുമ്പോഴത്തേക്ക് അവർക്ക് എല്ലാം കൂടുതലായിരിക്കും കുറച്ചും കൂടെ. അപ്പം ബ്രദേഴ്സിന് ശക്തിയുണ്ട് എന്ന് അന്നത്തെ കാലത്ത് ബാബ പറയാം. ഭായിമാർക്ക് കുറച്ച് ശക്തിയുണ്ട്. അപ്പോൾ അവർക്ക് ആ ചിന്ത വരണം, നല്ലൊരു ടീമിനെ തയ്യാറാക്കണം, അതിനുള്ള യുക്തികൾ കണ്ടുപിടിക്കണം. എന്താണ് വിഷയം? സർവീസ് വൃദ്ധിക്കോ കൈസെ പായി, എങ്ങനെ സേവനത്തെ അഭിവൃദ്ധിപ്പെടുത്താം. മാതാ മാർ രേഹേ. അപ്പോൾ യഥാർത്ഥത്തിൽ അതിനു വേണ്ടി ശരിക്കും തലയിട്ടടിച്ച് പരിശ്രമിക്കണമെന്ന് ബാബ പറയാൻ. നാം ഭലേ ശക്തി സേന ഹേ പരന്തു പഠി ലിക്കി നെയ് ഹേ, കോയി ഫിർ അൻപഡ് യാ പഠി ലിക്കിയക്കോ അച്ഛാ പഠാത്തി ഹേ. അപ്പോൾ ഇവിടെ ബാബ പറയാണ്, പേര് ശക്തി സേന എന്നൊക്കെ തന്നെ, പക്ഷേ ഒരുപാട് വിദ്യാഭ്യാസം ഇല്ല എന്ന് പറയാണ്. അന്നത്തെ കാലത്തെ നമ്മൾ കൈലാസ് ദീദിയുടെയൊക്കെ കേട്ടിട്ടില്ലേ? കൈലാസ് ദീദി ഒന്നും പഠിച്ചിട്ട് പോലുമില്ല, എന്നിട്ട് ബാബ സൂക്ഷ്മലോകത്തിൽ കൊണ്ടിരുത്തി അക്ഷരം പഠിപ്പിച്ചു എന്നല്ലേ പറയുന്നത്. അപ്പോൾ ചില കുട്ടികൾ ഒട്ടും പഠിക്കാത്തവരുണ്ട്. നന്നായിട്ട് പഠിച്ച് വിദ്യാഭ്യാസമുള്ളവർ മറ്റുള്ളവരെ പഠിപ്പിക്കാറുമുണ്ട്. तो बाबा ने समझाया ക്രിമിനൽ ഐ ബഡാ നുക്സാൻ കർത്തി ഹെ. ബാബ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇന്നത്തെ പ്രധാനപ്പെട്ട പോയിൻ്റ് എന്താണ്? ക്രിമിനലായ കണ്ണ് നമുക്ക് ഒരുപാട് നഷ്ടം ഉണ്ടാക്കും. ഈ ബീമാരി ബഡി കടി ഹെ ഇസ്ലിയെ ഉച്ചലത്തെ നഹി. ഈ രോഗം വളരെ കടുത്തതാണ്, അതുകൊണ്ടാണ് ഈ സേവനം ചെയ്യാനുള്ള ആവേശം വരാത്തത്. तो बाबा पूछते हैं तुम युगल दोनों पहिए ठीक चल रहे हो. അപ്പോൾ ഈ പതി പത്നിയായിട്ട് താമസിക്കുമ്പോൾ അവരോട് ബാബ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, നിങ്ങൾ രണ്ടുപേരുടെയും ചക്രം ശരിയായ രീതിയിൽ പോകുന്നുണ്ടോ എന്ന്. എന്നുവെച്ചാൽ ഇതിൽ പതി കുറച്ച് കൂടുതൽ പുരുഷാർത്ഥം ചെയ്യുന്നു, അപ്പോൾ പത്നിയുടെ കുറവായിരിക്കും. ചിലപ്പോൾ പത്നി കൂടുതൽ പുരുഷാർത്ഥം ചെയ്യും, അപ്പോൾ പതിയുടെ പുരുഷാർത്ഥം കുറവായിരിക്കും. അപ്പോൾ എങ്ങനെ ഒരു ചക്രത്തിന് സ്പീഡ് കൂടുതലും ഒരു ചക്രത്തിന് സ്പീഡ് കുറവായാൽ ശരിയാവോ? വണ്ടി ഓടുമോ? വണ്ടി ശരിയായിട്ട് ഓടുമോ? അതാണ് ബാബ ചോദിക്കുന്നത്. അപ്പോൾ കുടുംബത്തിലിരിക്കുന്നവരുടെ പുരുഷാർത്ഥം സമാനമായിട്ട് പോകണം. तो उस तरफ कितनी बड़ी बड़ी सेनाएं हैं, स्त्रियों का भी झुंड है, पढ़े लिखे हैं, उनको मदद भी मिलती है, तुम तो हो गुप्त. ബാബ പറയാണ്, അപ്പുറത്ത് നമ്മളുടെ ഓപ്പോസിറ്റ് സൈഡിൽ എത്ര എത്ര വലിയ വലിയ സൈന്യങ്ങളാണ്, സ്ത്രീകളുടെ തന്നെ വലിയ കൂട്ടം ഉണ്ടെന്ന്, വലിയ ഗ്രൂപ്പുണ്ട്, നല്ല വിദ്യാഭ്യാസമുള്ളത്. അവർക്ക് ഗവൺമെൻറ്റിൻ്റെയൊക്കെ സഹായവും കിട്ടും. പക്ഷേ ഇവിടെ നമുക്കോ, നമ്മൾ ഗുപ്തമാണ്. कोई भी नहीं जानते कि ये ब्रह्मकुमार कुमारियाँ क्या करते हैं. ആർക്കും അറിഞ്ഞുകൂടാ ബ്രഹ്മകുമാരന്മാരും ബ്രഹ്മകുമാരിമാരും ഇത്രയും ഗ്രൂപ്പായിട്ട് എന്ത് സേവനം ചെയ്യുന്നു. തുമാരെ മീ ബി നമ്പർ വാർ ഹെ. നിങ്ങളിലും ഇത് മനസ്സിലാക്കുന്നവർ നമ്പർ വാറാണെന്ന് പോരെ. ഗൃഹസ്ഥ വ്യവഹാർക്ക ബോജ സിർപ്പർ രഹനേസെ ജുക്കെ ഹുവേ ഹെ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കുടുംബത്തിലിരിക്കുമ്പം ആ കുടുംബത്തിൻ്റെ ഭാരം തലയിൽ ഏറ്റുവെച്ചതുകൊണ്ട് ഒന്ന് ഭാരം കാരണം കുനിഞ്ഞിരിക്കുകയാണ്.
കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ബ്രഹ്മകുമാർ കുമാരി കഹലാത്തി ഹെ പരന്തു വോ ക്രിമിനൽ ആയി ടണ്ടി നീ ഹോത്തി. പേര് ബ്രഹ്മകുമാരൻ ബ്രഹ്മകുമാരി എന്ന് അങ്ങനെയൊക്കെ തന്നെ, പക്ഷേ ക്രിമിനലായ കണ്ണ് ശീതളമാകുന്നില്ല എന്ന് ബാബ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യൂ. दोनों पहिए एक जैसे हो बड़ा मुश्किल है. बाबा बच्चों को सर्विस उठाने के लिए समझाते रहते हैं. രണ്ട് ചക്രവും കുടുംബത്തിലിരിക്കുന്നവരോട് ബാബ ഓർമ്മിപ്പിക്കുകയാണ്, രണ്ട് ചക്രവും ഒരേപോലെ കറങ്ങാൻ ഇത്തിരി പ്രയാസമാണ്. ബാബ കുട്ടികളുടെ സർവീസിനെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരുന്നത്. कोई धनवान है तो भी उछलते नहीं, धन के भूखे हैं, बच्चा नहीं होगा तो भी गोद में लेते हैं. ചിലർ ശരിക്കും സമ്പന്നരായിരിക്കും, എന്നാലും അവർക്ക് ആ സമ്പന്നത അഥവാ ശരി ഞാൻ ഒരുപാട് പണം സമ്പാദിച്ചു കഴിഞ്ഞു, ഇനി ഒരുപാട് അതിൻ്റെ പുറകെ പോകണ്ടാന്ന് തോന്നണ്ടേ, അതില്ല. വീണ്ടും സമ്പത്തിനുള്ള ആഗ്രഹം. ചിലർക്ക് കുട്ടികളില്ലായിരിക്കും, അപ്പോൾ ഫ്രീ ആയിട്ടിരുന്നാൽ പോരെ, വീണ്ടും കുട്ടികളെ ദത്തെടുക്കും. ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. എന്നുവെച്ചാൽ അതിൽ ബിസിയാവും. ഉച്ചൽ നെഹിയാത്തി ബാബ ഹം ബൈട്ടെ ഹെ, അതായത് അവർക്ക് ആ ലഹരി വരണ്ടേ. ബാബയോട് പറയണം, ബാബ എന്ത് സേവനം ഉണ്ടെങ്കിലും ഞാനുണ്ട്, എന്നെ വിളിച്ചാൽ മതി, ഞാൻ എവറഡിയാണ്. അതില്ല, വീട്ടിലത്തെ കാര്യങ്ങളിൽ ബിസി. ഇത് ബാബ ലൗകികത്തിലുള്ളവരോട് പറയാണ്, സമയം കിട്ടുമ്പോഴൊക്കെ ബാബയുടെ സേവനം ചെയ്യണം. ഹം ബെഡ മക്ക ലെക്കർ ദേത്തേ ഹെ, എന്നിട്ട് പറയണം, ബാബ ഞാൻ ഇന്ന സ്ഥലത്ത് വലിയൊരു ബിൽഡിംഗ് എടുത്ത് തരാം, ബാബ അവിടെ ബാബയുടെ സേവനം തുടങ്ങാം എന്നൊക്കെ ലഹരി വരണ്ടേ കുടുംബത്തിലിരിക്കുന്നവർക്ക്. तो बाबा की नज़र दिल्ली पर विशेष है क्योंकि दिल्ली है कैपिटल हेड ऑफिस. ബാബയുടെ ദൃഷ്ടി ഡൽഹിയുടെ മേലെയാണ്. കാരണം എന്താ, ഡൽഹിയാണ് ക്യാപിറ്റൽ, ഹെഡ് ഓഫീസ്. ബാബ कहते हैं ഡൽഹി में വിശേഷ സേവാ का खराव डालो. അപ്പോൾ ബാബ പറയുന്നത് ഡൽഹിയിൽ വിശേഷമായിട്ട് സേവനത്തിൻ്റെ വലിയൊരു വലയുണ്ടാക്കണം, വളരെ വലിയ സേവനം ചെയ്യണം. കൊയ്ക്കോ സംജാനിക്കില്ല അന്തർ ഗുസ്ന ചാഹിയൻ. ഇപ്പം നമ്മളുടെ സ്ഥലത്ത് തന്നെ ഇരുന്ന് എങ്ങനെ സേവനം നടക്കും? നമ്മളങ്ങ് പുറത്തിറങ്ങി സേവ ചെയ്യണം എന്ന് ബാബ പറയാണ്. നിങ്ങൾ ഈ ആളുകളൊക്കെ കൂടുന്നിടത്ത് അങ്ങ് ഉള്ളിലോട്ടങ്ങ് തള്ളി കയറി അവിടെ സേവനം ചെയ്യാൻ ദേഹബോധമൊന്നും പാടില്ല. गाया भी हुआ है कि पांडवों को कौरवों से 3 पैर पृथ्वी के भी नहीं मिलते थे. പാടപ്പെടുന്നത് ഇതാണ്, പാണ്ഡവർക്ക് കൗരവരിൽ നിന്ന് 3 അടി ഭൂമി പോലും കിട്ടിയില്ലായിരുന്നു എന്നല്ലേ കഥയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ ആത്മീയ സേവനം നമ്മൾ ചെയ്യാൻ ഇറങ്ങുമ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തവർ തീർച്ചയായിട്ടും സഹകരിക്കില്ല. ഈ കൗരവ് അക്ഷർ തോ ഗീത കാ ഹെ, ഭഗവാൻ ने आकर राजयोग सिखाया, उसका नाम गीता रखा है. അപ്പോൾ ഈ കൗരവൻ എന്നുള്ള അക്ഷരം ഗീതയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഭഗവാൻ വന്ന് ഇവിടെ രാജയോഗം പഠിപ്പിച്ചു, പേര് ഗീത എന്ന് വെച്ചു. परंतु गीता के भगवान को भूल गए, इसलिए बाबा गड़ी गड़ी कहते रहते हैं मुख्य इस पॉइंट को ही उठाना है. ഗീതയുടെ ഭഗവാനെ തന്നെ മറന്നുപോയി എന്ന് ബാബ പറയാണ്. അപ്പോൾ ഗീതയുടെ ഭഗവാനെ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ബാബ ഇടയ്ക്കിടയ്ക്ക് ഈ പോയിൻ്റ് പറയാണ്, മുഖ്യമായ ഈ ഒരു പോയിൻ്റ് എടുത്ത് പറഞ്ഞു കൊടുക്കണം. ബാബ പറയാണ്, ആകെ ബാബ कहते थे ബനാറസ് കെ വിദ്യുത് മണ്ഡലി വാലോംകോ സംജാവോ. പണ്ടൊക്കെ ബാബ പറയുമായിരുന്നു, ബനാറസിൽ പോയി അവിടുത്തെ വിദ്വാൻമാർക്കൊക്കെ പറഞ്ഞു കൊടുക്കും. ബാബ യുക്തിയാൻ ബദലാത്തെ രഹത്തെ ഹെ. ബാബ ശരിക്കും യുക്തികൾ പറഞ്ഞു തരുന്നുണ്ട്. फिर अच्छी രീതി കോഷിഷ് കർണി ഹെ. ചെയ്യേണ്ടതാരാണ്? നമ്മൾ വേണം ചെയ്യാൻ, നല്ലതുപോലെ പരിശ്രമിക്കണം. ബാബ ബാർ ബാർ സംജാത്തെ രഹത്തെ ഹെ. ബാബ പല പ്രാവശ്യം പറഞ്ഞു തരികയാണ്. നമ്പർ 1 ഡൽഹി മേ യുക്തി രച്ചു. നമ്പർ 1 ആദ്യം ഡൽഹിയിലാണ് അതിനുള്ള യുക്തി രചിക്കേണ്ടത്. ഇത് പണ്ട് കാലത്ത് ബാബ പറയുന്നതാണ്. അതിനുശേഷം ഡൽഹിയിൽ എത്രയോ സേവ നടന്നു. ഏറ്റവും വലിയ മേളയൊക്കെ ഡൽഹിയിലാണ് നടന്നത്. ഏറ്റവും വലിയ ഇപ്പോഴും ഇൻ്റർനാഷണൽ യോഗയും ഒക്കെ നടക്കുന്നത് ഡൽഹിയിലാണ്. സംഘടൻ മേ ബി യെ വിചാർ കരോ മൂല ബാത്ത് കി ബെഡാ മേള ആദി ഡൽഹി മേ കൈസേ കരെ. അപ്പോൾ സംഘടനയിലും നിങ്ങളിങ്ങനൊരു ചർച്ച നടത്തണം. മുഖ്യമായ കാര്യം എന്താണ്, വലിയ മേള ഡൽഹിയിൽ എങ്ങനെ ചെയ്യാം, ഇത് ചർച്ച നടത്താൻ. ബാബ പറയണ വോ ലോഗ് तो दिल्ली में बहुत ही भूख हड़ताल आदि करते हैं, तुम तो ऐसा कोई काम नहीं करते हो. മറ്റേ ലൗകികത്തിലെ ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഡൽഹിയിലല്ലേ വലിയ ഇതിരിക്കുന്നത് ഗവൺമെൻറ് ഇത്, അപ്പോൾ അവിടെ പോയി നിരാഹാര സത്യാഗ്രഹമൊക്കെ ഇരിക്കും, ഭയങ്കര സമരമൊക്കെ നടത്തും. നിങ്ങൾ ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല.
ലഡ്ന ജഗഡ്ന കുച്ച് നഹി, നിങ്ങൾ ഒരിക്കലും യുദ്ധം ചെയ്യാനോ വഴക്കടിക്കാനോ പാടില്ല. തും തോ സിർഫ് സോയേ ഹുവേ കോ ജഗാത്തെ ഹോ, നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്തുകയാണ് ചെയ്യേണ്ടത്. ഡൽഹി വാലോം കോ ഹി മെഹനത്ത് കർണി ഹെ, ഡൽഹിക്കാർ തന്നെ പരിശ്രമിക്കണം. തും ജാൻതേ ഹോ ഹം ബ്രഹ്മാണ്ട് കെ മാലിക് ഫിർ കൽപ്പ് പെഹലെ മാഫിക്ക് സൃഷ്ടി കെ മാലിക് ബി ബനേങ്കെ, നിങ്ങൾക്കറിയാം നമ്മൾ ബ്രഹ്മാണ്ടത്തിൻ്റെയും അധികാരിയായിരുന്നു, പിന്നെ കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ നമ്മൾ സൃഷ്ടിയുടെയും അധികാരി ആകും. ഈ പക്ക ഹേ ജുരു, ഇത് പക്കയാണ്, ആകും. വിശ്വക്ക മാലിക് ബന്നാഹി ഹെ, വിശ്വത്തിൻ്റെ അധികാരി നമ്മൾ തീർച്ചയായിട്ടും ആകും. അഭി തുമക്കോ 3 पैर पृथ्वी को भी कैपिटल में ही चाहिए. जो जहाँ ज्ञान के गोले छोड़े नशा चाहिए ना, बड़ों का आवाज़ चाहिए. അതായത് ഇപ്പം ബാബ പറയാണ് 3 അടി ഭൂമിയാണെങ്കിലും അതെല്ലാം തന്നെ ക്യാപിറ്റലിൽ വേണം. അവിടെ നിന്ന് വേണം ജ്ഞാനത്തിൻ്റെ വെടിയുണ്ടകൾ വിതയ്ക്കാൻ, കൊടുക്കാൻ. എല്ലായിടത്തേക്കും വെടിയുണ്ട ഇടേണ്ടത് അവിടെ നിന്നാണ്. അത്രയ്ക്കും ലഹരി വേണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ബെഡോം കാവാസ് ചായി. ബാബ എപ്പോഴും പറയുമല്ലോ, ഇപ്പം നമ്മളൊരാൾ പറയുന്നതും വളരെ വലിയ വലിയ VIP പറയുന്നതും വ്യത്യാസമുണ്ട്. ഇതൊക്കെ പണ്ട് നമ്മുടെ ബാബയുടെ സാധാരണ കുട്ടികളെ വന്നുകൊണ്ടിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഓരോ കോൺഫറൻസിനും എത്ര ആളുകളാണ് മൗണ്ട് അബുവിൽ വരുന്നത്, ഡൽഹിയിൽ നിന്ന് അല്ലേ. എല്ലാവരും വന്നു, ഉപരാഷ്ട്രപതിയും വന്നു, രാഷ്ട്രപതിയും വന്നു, എല്ലാം വലിയ. അപ്പോൾ ഈ വലിയ ആൾക്കാർ വരുമ്പം അവിടെ ആ സ്ഥലത്തുള്ളവരും ഉണരും, ഇതെല്ലാം കാണുന്നവരും കേൾക്കുന്നവരും എല്ലാം ഉണരും. ഇത്രയും വലിയ ആൾക്കാർ ഇവിടെ വരുന്നുണ്ടെന്ന്. അപ്പോൾ ഈ സമയം ഭാരത് സാര ഗരീബ് ഹെ, ഈ സമയത്ത് ഭാരതം വളരെ ദരിദ്രമാണ്. ഗരീബോങ്കി സേവ കർണയ്ക്ക് ലിയേ ഹി ബാപ്പ ആത്തെ ഹെ, പാവപ്പെട്ടവരുടെ സേവ ചെയ്യാനാണ് ബാബ വരുന്നത്. ഡൽഹി മേ ബഹുത് അച്ചി സർവീസ് കോനി ചാഹിയെ, ഡൽഹിയിലാണ് ഏറ്റവും നല്ല സർവീസ് വേണ്ടത്. ബാബ ഇഷാര ദേത്തെ രഹത്തെ ഹെ, ബാബ സൂചന തരികയാണ്. ഡൽഹി വാലെ സമസ്തേ ഹെ ബാബ ഹമാര അറ്റൻഷൻ കീഞ്ചുവാത്ത ഹെ. അപ്പോൾ ഡൽഹിക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും ബാബ നമ്മളിലേക്കാണ് ശ്രദ്ധ കൂടുതൽ എടുക്കാൻ പറയുന്നത്. ആപ്പസ്മേ ക്ഷീര കണ്ടു ഹോനാ ചാഹിയെ, സേവനം ചെയ്യാൻ ഇറങ്ങിയാൽ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസ്കാരം സ്വഭാവത്തിൻ്റെയൊക്കെ കുഴപ്പങ്ങൾ വരാം. അതുകൊണ്ട് പരസ്പരം സേവാധാരികൾ എങ്ങനെ ഇരിക്കണം? പാൽ പായസം പോലെ സ്വഭാവമുള്ളവരായിരിക്കണം. അപ്ന പാണ്ഡവും ക കിലാത്തോ ബനായി, പാണ്ഡവരുടെ കോട്ട ഉണ്ടാക്കണം. ഡൽഹിമേ ഹി ബനാന പടേ, ആദ്യം ബാബ ഡൽഹിയെ പിടിച്ചിരിക്കുകയാണ്, ആദ്യം ഡൽഹിയിൽ തന്നെ കോട്ട തയ്യാറാക്കണം. ഇസ്മേ ദിമാഗ് ബഡ അച്ഛാ ചായി, ഇതിൽ സേവനം ചെയ്യണമെങ്കിൽ ബുദ്ധി വളരെ നല്ലത് വേണം എന്ന് ബാബ പറയുകയാണ്. എന്നുവെച്ചാൽ നല്ല പ്ലാനിങ് ബുദ്ധി വേണം. ബഹുത്ത് കുച്ച് കർ സക്തേ, സേവനം എത്ര വേണമെങ്കിലും ഒരുപാട് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. എത്ര ഐഡിയാസ് ഉണ്ട്. ഓ ലോഗ് ഗാത്യത്വ ബോത്ത് ഹേ ഭാരത് ഹമാര ദേശ് ഹേ ഹം ഐസെ കരേങ്കെ പരന്തു കുതുമേ കുച്ച് ബി ദം നഹി. ഈ ലോകത്തിലുള്ളവരാണെങ്കിൽ പാടും ഭാരതം നമ്മുടെ ദേശമാണ്, എത്ര ദേശഭക്തിയാണ് കാണിക്കുന്നത്, ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഞങ്ങൾ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയും. പക്ഷേ സ്വയം അവരുടെ ഉള്ളിൽ ഒരു ശക്തി പോലും ഇല്ല. ശിവായി ഫോറിൻക്ക് മദത്സെ ഉഠിനായി സക്തി, വിദേശത്തുള്ളവരുടെ സഹായം ഇല്ലാണ്ട് അവർക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. തുംകോത്തോ ബഹുത്ത് മദത് മിൽ രഹി ഹേ, അവർക്ക് വിദേശത്തുള്ളവരുടെ സഹായം. നിങ്ങൾക്ക് ആരുടെ സഹായം? ആരുടെ സഹായം? ബാബാക്കി മദത്, ബേഹദ് കെ ബാപ് കി മദത്. നമുക്ക് പരിധിയില്ലാത്ത അച്ഛൻ്റെ സഹായമാണ് കിട്ടും. ഇന്ന് ആരാണ് നമുക്ക് രക്ഷാബന്ധൻ കെട്ടിത്തന്നത്? ശിവബാബയല്ലേ കെട്ടിത്തന്നത്. ലോകത്തിൽ ആർക്കെങ്കിലും അങ്ങനെ കെട്ടിക്കൊടുത്തോ? ഇത്തനി മദത് കോയി ദേന സഖെ, ഇത്രയും മറ്റാർക്കും സഹായിക്കാൻ പറ്റില്ല. ശിവബാബ സഹായിക്കുന്ന പോലെ, പരമാത്മ സഹായിക്കുന്ന പോലെ. അബ് ജൽദി കില ബനാനാഹി, ഇപ്പം എത്രയും പെട്ടെന്ന് കോട്ട തയ്യാറാക്കണം. തും ബച്ചോങ്കോ ബാപ്പ് വിശ്വക്ക് ബാദ്ഷാഹി ദേത്തെ ഹെ തോ ഹൗസല ബഹുത് ചാഹിയെ, ജർമുയി ജഗ്മുയി മേ ബഹുത്തോങ്കി ബുദ്ധി അടക്കി രഹത്തി ഹെ. അതായത് കുട്ടികൾക്ക് ബാബ വിശ്വത്തിൻ്റെ രാജ്യ പദവി തരുന്നുവെങ്കിൽ നിങ്ങൾ അതുപോലെ ആ ശക്തിയുള്ളവരാകണം, സാമർഥ്യമുള്ളവരാകണം. പക്ഷേ എന്താ ഇല്ലാത്തതെന്നറിയൂ? ആദ്യത്തെ കാരണം പറഞ്ഞു ക്രിമിനൽ കണ്ണ്, രണ്ടാമത്തെ കാരണം പറഞ്ഞു പരചിന്ത പരദൂഷണം. അതിൽ ഒരുപാട് പേരുടെ ബുദ്ധി അലയുന്നു. ഒരുപാട് സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിട്ടുകൊണ്ടിരിക്കും. അങ്ങനെയൊന്നും ഇല്ലല്ലോ ബാബയുടെ കുട്ടികൾക്ക്. അതൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലാതാക്കണം. ബന്ധനോങ്കി ആഫത്ത് ഹേ മാതാവും, മാതാക്കൾക്ക് ബന്ധനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. മെയിൽസ് പർ കൊയ് ബന്ധൻ നഹി,
പക്ഷേ ഭായിമാർക്കൊന്നും അങ്ങനെ ബന്ധനമില്ല. മാതാവുക്കോ അബല കഹാ ജാത്താ ഹെ, പുരുഷ് ബലവാൻ ഹോത്താ ഹെ. അതായത് ബാബ എന്ത് കാര്യങ്ങൾ പറയുകയാണെങ്കിലും കുറച്ച് വെട്ടിത്തുറന്ന് പറയും. അച്ഛനല്ലേ അപ്പോൾ ഇന്ന് നിങ്ങളത് കേൾക്കാൻ തയ്യാറായിക്കോ എന്തൊക്കെയാണ് ബാബ പറയുന്നതെന്ന്. അപ്പോൾ മാതാക്കളെ അബലകൾ എന്ന് പറയും, പുരുഷന്മാർ ബലവാന്മാരും. പുരുഷ ഷാദി കർത്തേ ഹേ തോ ഉनको ബൽ ദിയാ ജാത്താ ഹേ, തും ഹി ഗുരു ഈശ്വർ സബ് കുച്ച് ഹോ. അപ്പോൾ പുരുഷൻ വിവാഹം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ മന്ത്രോച്ചാരണങ്ങളൊക്കെ പറഞ്ഞ് പുരുഷൻ ഒരു ശക്തി കൊടുക്കുമല്ലോ. അപ്പോൾ പറയും, നീ തന്നെയാണ് നിൻ്റെ പത്നിയുടെ ഗുരുവും ഈശ്വരനും സർവ്വതും എന്ന് പറയും. സ്ത്രീ തോ ജയ്സെ പൂഞ്ച് ഹേ. അപ്പോൾ പത്നി അവിടെ ഒരു വാലു പോലെയാണ്. പിച്ചാടി മേൽ ലടക്കനെ വാലി തോ സച്ച്മുച്ച് പൂഞ്ച് ഹോക്കർ ഹീ ലടക്കപ്പെടുത്തിയേ. അപ്പോൾ പുറകെ അലയുന്നവർ ഒരു വാല് പോലെ പുറകെ തൂങ്ങിക്കിടക്കുമല്ലോ. പതി മേ മോഹ്, ബച്ചോ മേ മോഹ്, പുരുഷക്ക് ഇത്തന മോഹനായി രക്താം. അതായത് അമ്മമാരോട് ബാബ പറയാണ്, പതിയോട് മോഹം, സ്വന്തം മക്കളോട് മോഹം. പക്ഷേ പുരുഷന്മാർക്ക് ഇത്ര മോഹമില്ല. പക്ഷെ അവരെന്ത് ചെയ്യും? ഈ മോഹം ഇല്ലാത്തതിൻ്റെ കുഴപ്പം എന്താണ്? ഇവർക്ക് മോഹമുള്ളതുകൊണ്ട് അവർ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കി മക്കളെയും സ്നേഹിച്ച് സ്വന്തം ഭർത്താവിനെ സ്നേഹിച്ചിരിക്കുമായിരിക്കും. പക്ഷേ മോഹം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഉനുക്കിത്തോ ഏക്ക് ജുത്തി ഗയിത്തോ ദൂസരി തീസരി ലേലേത്തേന്ന്. ബാബ പറയാണ്, പുരുഷന്മാർ ഒരു ചെരുപ്പ് പോയാൽ അടുത്തതെടുക്കും, പിന്നെ അടുത്തതെടുക്കും. ആദത്ത് പടുകയും അതൊരു ശീലമായിരുന്നു. ബാബ ഇന്നത്തെ ലോകത്തിലെ അവസ്ഥയാണിത്. ഇന്നത്തെ സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ഏകപത്നി വ്രതം അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ആളുകൾ പിന്നെ ദ്വാപരയുഗം തൊട്ട് എന്തൊക്കെ സംഭവിച്ചു നമുക്ക് ഹിസ്റ്ററി നോക്കി അറിയാമല്ലോ. ലോകം നശിച്ചത് എന്തുകൊണ്ടാണ്? ലോകം നശിച്ചത് ഈ ഒരു ദുർവികാരം കൊണ്ടാണ്. ബാബ തോ സംജാത്തെ രഹത്തെ ഹേ യേ അഖ്ബാർ മേ ഡാലു. ബാബ നമുക്ക് മനസ്സിലാക്കി തരികയാണ്, ന്യൂസ് പേപ്പറിൽ ഈ കാര്യങ്ങളൊക്കെ ഇടാൻ. ബച്ചോങ്കോ ബാപ്കോ ഷോ കർണ ചാഹിയെ. കുട്ടികൾ ബാബയെ ഷോ ചെയ്യണം. ഈ സംജാന തുമാര കാം ഹേ. ഇത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ബാബ പറയാണ്, ബാബ കെ സാത്ത് ദാദാ ബി ഹേ. ശിവബാബ മാത്രമല്ല, കൂടെ ബ്രഹ്മബാബയുണ്ട്. तो ये जा नहीं सकते, कहेंगे शिव बाबा ये बताओ, ये हमारे ऊपर आफतें आई तो उसमें आप राय दो. അതായത് ശിവബാബയ്ക്ക് ബ്രഹ്മബാബ വേണം കാര്യങ്ങൾ ചെയ്യാൻ. അതുകൊണ്ട് ബ്രഹ്മബാബ പുറത്തു പോയി സേവ ചെയ്യില്ല. പുറത്തു പോയി സേവ ചെയ്യേണ്ടത് ആരാണ്? കുട്ടികളാണ്. അതാണ് ബാബ പറയുന്നത്. അപ്പോൾ ചില കുട്ടികൾ ബാബയോട് പറയും, ശിവബാബ ബാബ എനിക്ക് എൻ്റെ മേലെ ഇന്ന ആപത്തുകൾ വന്നിട്ടുണ്ട്, അതിനുള്ള എന്തെങ്കിലും ഒരു നിവാരണം പറഞ്ഞു തരുമോ? ഐസി ബാത്തേം പൂछते हैं. അങ്ങനെയുള്ള കാര്യങ്ങൾ ബാബയോട് ചോദിക്കാറുണ്ട്. ബാപ് തോ ആയേ ഹേ പതിതുംകോ പാവൻ ബനാനെ. ബാപ് കേത്തെ തും ബച്ചോംകോ സബ് നോളജ് മിൽത്തെ ഹേ. അപ്പോൾ ബാബ പറയാണ്, ഞാൻ വന്നത് നിങ്ങളെ പതിതത്തിൽ നിന്ന് പാവനമാക്കാനാണ്. അപ്പോൾ ബാബ പറയാണ്, നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള അറിവും കിട്ടുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നമുക്ക് പല പല പ്രശ്നങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വരും. ആ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ മാനേജ് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. നമ്മൾ തന്നെയാണ് നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടത്. എൻ്റെ പ്രശ്നങ്ങൾക്ക് ഞാൻ വേറൊരാളോട് സൊല്യൂഷൻ ചോദിക്കുമ്പോൾ എൻ്റെ കാര്യങ്ങളുടെ എല്ലാ കാര്യങ്ങളും സത്യമായിട്ട് എനിക്കല്ലേ അറിയാവൂ. ഇതൊരു വലിയ കാര്യമാണ്. നമ്മൾ മറ്റുള്ളവരെ ഒരുപക്ഷെ ആശ്രയിക്കും, പക്ഷേ യഥാർത്ഥ തീരുമാനം എടുക്കാൻ നമുക്ക് മാത്രമേ കഴിയൂ നമ്മളുടെ പ്രശ്നങ്ങൾക്ക്. അപ്പോൾ ബാബ പറയാണ്, നിങ്ങൾക്ക് ഞാൻ എല്ലാ കാര്യത്തിൻ്റെ അറിവ് പറഞ്ഞു തരുന്നുണ്ട്. കോശിഷ്കർ ആപ്പസ്മി മിൽക്കർ രായ്ക്കലോ. ഇന്ന് ബാബ സേവനത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ സേവനത്തിൻ്റെ കാര്യങ്ങൾ പരസ്പരം ചർച്ച നടത്തി തീരുമാനിക്കും. തും ബച്ചോങ്കോ അഭി വിഹംഗ മാർഗ്ഗക്ക് സേവാക്ക തമാശ ദിഖാനാ ചാഹിയെ. ബാബ പറയുന്നത്, നിങ്ങളിപ്പം ആകാശമാർഗത്തിലുള്ള സേവ, എൻ്റെ അർത്ഥം വളരെ ഫാസ്റ്റ് തീവ്രഗതിയിലുള്ള സേവ ചെയ്ത് കാണിക്കൂ. ചീണ്ടി മാർഗ്ഗക്ക് സർവീസ് തോ ചലത്തി ആ രഹി ഹെ. ഉറുമ്പ് മാർഗത്തിലുള്ള സേവയൊക്കെ എത്രയോ കാലമായി നടക്കുന്നു. ഏതാണ് ഉറുമ്പ് മാർഗത്തിലുള്ള സേവ? ഒരാൾക്കിരുന്ന് കോഴ്സ് എടുക്കുന്ന സേവ. तो तुम बच्चों को अभी लेकिन ये तमाशा दिखाओ, ऐसे बहुतों का कल्याण हो जाए. നിങ്ങൾ ഈ ഒരു കാര്യം കാണിക്കണം. എന്താണ്? ഒരുപാട് പേരുടെ എന്നുവെച്ചാൽ അങ്ങനെയുള്ളൊരു വലിയ സേവനം ചെയ്ത് കാണിക്കാൻ വളരെയധികം പേരുടെ മംഗളം അതിലൂടെ ഉണ്ടാവട്ടെ. ബാബാനെ ഈ കൽപ്പ് പഹലെ സമझाया था, अब भी समझाते हैं. बहुतों की बुद्धि कहाँ न कहाँ फंसी हुई है. ബാബ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ കൽപ്പത്തിലും പറഞ്ഞു തന്നിരുന്നു, ഇപ്പോഴും പറഞ്ഞു തരികയാണ്. പക്ഷേ വളരെയധികം പേരുടെ ബുദ്ധി എവിടെയൊക്കെയോ കുടുങ്ങിക്കിടക്കുന്നു. ഉമങ്ക് നഹി, ഉത്സാഹമില്ല.
ജട്ട് ദേഹാഭിമാനം ആ ജാത്ത ഹെ, പെട്ടെന്നാണ് ദേഹാഭിമാനം വരുന്നത്. ദേഹാഭിമാനെ ഹി സത്യനാശ് കി ഹെ, ദേഹാഭിമാനമാണ് സത്യനാശം ചെയ്തത്. अब बाप सत्य ऊंचा करने के लिए कितनी सहज बात बताते हैं. ബാബയാണെങ്കിൽ നമ്മളെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എത്ര സഹജമായ കാര്യം പറഞ്ഞു തരുന്നു. ബാപ് കോ യാദ് കരൂ തോ ശക്തിയായി. എന്താണ് ആ സഹജമായ കാര്യം? ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ ശക്തി വരും. നഹി തോ ശക്തി ആത്തി നഹി, ഇല്ലെങ്കിൽ ശക്തി വരില്ല. ഭലേ ബാബയ്ക്ക് എല്ലാം ബാബയുടെ കുട്ടികളല്ലേ, അപ്പം ബാബ എല്ലാവരും പറയും മുരളിയിൽ, എല്ലാവർക്കും ഡയറക്ഷൻ തരും. ഭലേ സെൻറ്റർ സംഭാലത്തെ ഹെ പരന്തു നശ നഹി ക്യോങ്കി ദേഹാഭിമാൻ ഹെ. സെൻറ്റർ പരിപാലിക്കുന്നവരും ആയിരിക്കാം, പക്ഷേ ലഹരിയില്ല. ലഹരിയില്ല, കാരണം ദേഹാഭിമാനം ഉണ്ട്. ദേഹി അഭിമാനി ബനെ തോ നശ ചടൈ. ആത്മാഭിമാനി ആവണം, എങ്കിലേ ലഹരി കൂടും. ഹം കിസ് ബാപ് കെ ബച്ചേ ഹെ, നമ്മൾ ഏതച്ഛൻ്റെ കുട്ടികളാണ്? बाप कहते हैं जितना तुम देही अभिमानी होंगे उतना बल आएगा. ബാബ പറഞ്ഞു തരികയാണ്, എത്രത്തോളം നമ്മൾ ആത്മാഭിമാനിയാകുന്നുവോ അത്രത്തോളം ബലം ഉണ്ടാവും. आधा कल्प का देहाभिमान का नशा है तो देही अभिमानी बनने में बड़ी मेहनत लगती है. അരകൽപ്പത്തെ ദേഹാഭിമാനത്തിൻ്റെ ലഹരിയുണ്ട്, അതുകൊണ്ട് ആത്മാഭിമാനിയാകാൻ ശരിക്കും പരിശ്രമിക്കണം. ബാബ കഴിഞ്ഞ മുരളിയിൽ പറഞ്ഞു, അരകൽപ്പത്തെ പവിത്രതയുടെ സംസ്കാരമുണ്ട്, അതുകൊണ്ട് പവിത്രത നിങ്ങൾക്ക് കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ്. ഇന്ന് ബാബ അതിൻ്റെ അടുത്തൊരു പോയിന്റ് പറയുന്നത്, അരകൽപ്പം ദേഹാഭിമാനത്തിൽ നമ്മൾ കഴിഞ്ഞു, അതുകൊണ്ട് ആത്മാഭിമാനിയാകാൻ നമ്മൾ കുറച്ച് അഭ്യസിച്ചേ പറ്റൂ. ऐसे नहीं बाबा ज्ञान का सागर है, हमने भी ज्ञान उठाया, बहुतों को समझाते हैं, परंतु याद का जौहर भी चाहिए, ज्ञान तलवार है. അങ്ങനെയല്ല, എൻ്റെ ബാബ ജ്ഞാനസാഗരനാണ്, എനിക്കും കുറേ ജ്ഞാനമൊക്കെ ഉണ്ട്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജ്ഞാനമാകുന്ന വാളിന് യോഗമാകുന്ന മൂർച്ചയില്ല, ശക്തിയില്ല. അതുകൊണ്ട് ഓർമ്മയുടെ മൂർച്ചയും വേണം. യാദ് കി ഫിർ യാത്ര ഹെ, ധോനും അലക് ചീസേ. ഓർമ്മ എന്ന് പറയുന്നത് യാത്രയാണ്, ജ്ഞാനം വേറെ യോഗം വേറെ, ഇത് രണ്ടും രണ്ടാണ്. ജ്ഞാനം നിറയുണ്ട് കുട്ടികൾക്ക്, പക്ഷേ യോഗശക്തി പോരാ എന്ന് ബാബ പറയാണ്. ജ്ഞാനമേ യാദിക്ക് യാത്രക്ക ജൗഹർ ചായി. ജ്ഞാനത്തിൽ ഓർമ്മയുടെ യാത്രയാകുന്ന ശക്തി, ആ തീവ്രത വേണം. वो नहीं तो काट की तलवार हो जाती हैं. सिख लोग तलवार का कितना मान रखते हैं, वो तो हिंसक थी जिससे लड़ाई की. ഇപ്പം ഈ സിഖുകാർ ഇങ്ങനെ പേരിന് അവരിങ്ങനെ ഓർമ്മ ചിഹ്നത്തിന് വാൾ കാണിച്ചിട്ടുണ്ട്. ആ വാളൊന്നും മൂർച്ച കൂട്ടാറൊന്നുമില്ല. ഇപ്പോൾ വാൾ പലതരത്തിലുണ്ട്, മരം കൊണ്ടുള്ള വാളുമുണ്ട്, തടി കൊണ്ടുള്ള വാളുമുണ്ട്, അതുപോലെ യഥാർത്ഥ വാളുമുണ്ട്. പക്ഷേ വാളൊന്നും ആരും ഉപയോഗിക്കാത്തതുകൊണ്ട് വാൾ ആരും മൂർച്ചയൊന്നും കൂട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അന്ന് പണ്ട് അത് ഹിംസ ആയുധമായിരുന്നു അങ്ങനെ. പക്ഷേ സിഖുകാർ വാളിന് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് ബാബ പറയാണ്. അപ്പോൾ മൂർച്ചയില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള വാൾ ഏത് വാളായിരിക്കും? വെറുതെ തടി കൊണ്ടുള്ള വല്ല വാളായിരിക്കും എന്നാണ് ബാബ പറയുന്നത്. तो वास्तव में गुरु लोग लड़ाई थोड़ी ही कर सकते हैं. വാസ്തവത്തിൽ ഗുരുക്കന്മാർ യുദ്ധം ചെയ്യാൻ പാടില്ലല്ലോ. എന്തിനാണ് യുദ്ധം കാണിച്ചിരിക്കുന്നത്? ഗുരു തോ അഹിംസക് ചാഹിയേന. ഗുരു നാനാക്ക് സിഖുകാർ, പക്ഷേ അവിടെ വാള് കാണിച്ചിരിക്കുന്നു. അതെന്തിനെന്നാണ് ബാബ ചോദിക്കുന്നത്? അത് ഹിംസായുധമല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ അത് ജ്ഞാനവാളാണ്. ആ ജ്ഞാനവാളിന് പകരം പിൽക്കാലത്ത് ആളുകൾ വാള് കാണിച്ചതാണ്. അപ്പോൾ ഗുരുക്കന്മാരെന്തായാലും അഹിംസകരല്ലേ? ലഡായിസെ തൊടഹി സദ്ഗതി ഹോത്തി. യുദ്ധത്തിലൂടെ എങ്ങനെ സദ്ഗതി ഉണ്ടാവും? തുമാരി തോ ഹേ യോഗ കി ബാത്ത്. നിങ്ങളുടേത് യോഗത്തിൻ്റെ കാര്യമാണ്. യാദ് കെ ബൽ ബിഗർ ജ്ഞാന തൽവാർ കാം നഹി കരേഗി. ഓർമ്മയുടെ ബലമില്ലാതെ ജ്ഞാനവാള് ഉപയോഗമില്ല. ക്രിമിനലായി ബടാ നുക്സാൻ കർണേ വാലി ഹെ. ആ വികാരിയായ ദൃഷ്ടി വളരെ നമുക്ക് നഷ്ടം ഉണ്ടാക്കും. നമ്മൾ പവിത്രത എത്ര ഫോളോ ചെയ്യുന്നോ, പക്ഷേ അപവിത്രതയുടെ അംശം ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും വികാരി ദൃഷ്ടി വരും. ആത്മ കാനൂൻ സെ സുൻതി ഹെ. ബാപ് കെത്തി തും യാദ് മേ മസ്ത് രഹോ തോ സർവീസ് ബഡ്ത്തി ജായേഗി. ആത്മാവ് കാതുകളിലൂടെ കേൾക്കുന്നു. ബാബ പറയാണ്, നിങ്ങൾ ഓർമ്മയിൽ നല്ല ലഹരി പിടിച്ചിരിക്കുന്നു, എങ്കിൽ സേവനം ഡെവലപ്പാവും. കവി കവി കെത്തെ ഹേ ബാബ സംബന്ധി സുൻത്തെ നഹി. ഇടയ്ക്ക് ബാബയോട് കുട്ടികൾ പറയും,
ബാബ ബന്ധുക്കളാരും കേൾക്കുന്നില്ല. ബന്ധുക്കളാരും കേൾക്കുന്നില്ല. കാരണം എന്താണ്? ബാബ കഹത്തെ യാദ് കി യാത്ര മേ കച്ചേ ഹെ. ബാബ പറയാണ്, നിങ്ങൾ ഓർമ്മയുടെ യാത്രയിൽ ദുർബലരാണ്. ഇസ്ലിയെ ജ്ഞാന തൽവാർ കാം നഹി കർത്തെ. അതുകൊണ്ട് ജ്ഞാനവാള് ഉപയോഗപ്പെടില്ല. തോ യാദ് കി മെഹനത്ത് കരൂ. അതുകൊണ്ട് ഓർമ്മയുടെ പരിശ്രമം ചെയ്യൂ. ഓർമ്മിക്കാൻ യോഗത്തിൻ്റെ കാര്യത്തിൽ പരിശ്രമിച്ചാൽ നമുക്ക് ഒരുപാട് ലാഭമേ ഉണ്ടാകും. പക്ഷെ ജ്ഞാനം മാത്രം നിറയെ ഉണ്ടെന്ന് പറഞ്ഞ് യോഗം ചെയ്യാതിരുന്നാൽ ശരിയാവില്ല. ഏ ഹെ ഗുപ്ത മെഹനത്ത്. ഇപ്പം നമ്മൾ എത്ര യോഗം ചെയ്യുന്നു ആർക്കും അറിയാൻ പറ്റില്ല. അത് ഗുപ്തമായൊരു പരിശ്രമമാണ്. മുരളി ചലാനത്തോ പ്രത്യക്ഷ. മുരളി ആർക്ക് വേണമെങ്കിലും നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് പ്രത്യക്ഷമാണ്. അത് പറഞ്ഞു കൊടുത്ത് ശീലമാണ്. അതിന് എത്രത്തോളം അഭ്യാസം ഉണ്ടോ അത്രത്തോളം നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. യാദ് ഹി ഗുപ്ത മെഹനത്ത് ഹെ. ഓർമ്മ തന്നെയാണ് ഗുപ്തമായ പരിശ്രമം. നമ്മൾ എത്രത്തോളം യോഗികളാണെന്നാണ് നോക്കേണ്ടത്. ജിസ്സെ ശക്തി മിൽത്തി ഹെ. അതിലൂടെ ശക്തി കിട്ടും. ജ്ഞാൻ സേ ശക്തി നഹി മിൽത്തി. ജ്ഞാനത്തിലൂടെ ശക്തി കിട്ടില്ല. തും പതിത് സെ പാവൻ യാദ് കെ ബൽ സെ ബൻതി ഹു. നിങ്ങൾ പതിതത്തിൽ നിന്ന് പാവനമാകുന്നത് ഓർമ്മയുടെ ബലത്തിലൂടെയാണ്. കമായി കാഹി പുരുഷാർത്ഥ കർണാഹി. അതുകൊണ്ട് ഇത് സമ്പാദ്യം. അതായത് ഇപ്പം ഞാൻ ജ്ഞാനം നേടിയതുകൊണ്ട് സമ്പാദിച്ചു എന്ന് വിചാരിക്കാൻ പാടില്ല. സമ്പാദ്യം ഉണ്ടാകണം. അതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. ബച്ചോं യാദ് ജബ് എഗ്രസ് रहती अवस्था अच्छी है तो बहुत खुशी रहती है और जब याद ठीक नहीं किसी बात में गुटखा खाते हैं तो खुशी गायब हो जाती है. കുട്ടികൾക്ക് ബാബയുടെ ഓർമ്മ ഏഗ്രസമാണെങ്കിൽ, അവസ്ഥ നല്ലതാണെങ്കിൽ നല്ല സന്തോഷം ഉണ്ടാവും. അതേസമയം ഓർമ്മ ശരിയല്ലെങ്കിൽ, ഏതെങ്കിലും കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും നഷ്ടം അനുഭവിക്കുകയാണെങ്കിൽ, അതിന് ബാബ പറയുന്നത് ഉറക്കം തൂങ്ങുക എന്നാണ്. നഷ്ടം അനുഭവിക്കുകയാണെങ്കിൽ സന്തോഷം ഇല്ലാതാവും. ക്യാ സ്റ്റുഡൻറ്റ് കോ ടീച്ചർ യാദ് നഹി പഠിത്താ ഹോഗ. ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ആ പഠിപ്പിക്കുന്ന ടീച്ചറിനെ ഓർമ്മ വരാതിരിക്കുമോ എന്ന് ബാബ ചോദിക്കുകയാണ്. ആരാണോട് ടീച്ചർ? ഷൂ ബാബ. യഹാ തോ ഗർമേ രഹത്തെ സബ് കുച്ച് കർത്തെ ടീച്ചർ കോ യാദ് കർണ. ഇവിടെ നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ടും സർവ്വ കാര്യങ്ങളും ചെയ്തുകൊണ്ടും ടീച്ചറിനെ ഓർമ്മിക്കണം. ഇസ് ടീച്ചർ സേ തോ ബഹുത്ത് ഊഞ്ച് പദ് മിൽത്താ ഹെ. ഈ ടീച്ചറിൽ നിന്നും വളരെ വളരെ ഉയർന്ന പദവിയാണ് കിട്ടുന്നത്. ഗൃഹസ്ഥ വ്യവഹാർ മേ ബി രഹനാ ഹെ. കുടുംബത്തിലും ഇരിക്കണം, കുടുംബകാര്യങ്ങൾ ചെയ്യണം. ടീച്ചർ കി യാദ് രഹെ തോ ബാപ്പ് ഓർ ഗുരു ജരൂർ യാദായെങ്കിൽ. പിന്നെ ബാബ പറയുന്നത് ടീച്ചറിനെ ഓർമ്മിച്ചാലും അച്ഛനും ഓർമ്മ വരും, ഗുരുവിനും ഓർമ്മ വരും. കിത്തനെ പ്രകാർ സെ സംജാത്തി രഹത്തെ. ബാബ എത്രയെല്ലാം പ്രകാരത്തിലാണെന്ന് ഓർമ്മിക്കാൻ വേണ്ടി മനസ്സിലാക്കി തരുന്നത്. परंतु घर में फिर धन दौलत बाल बच्चे आदि देखो पूजाते समझाते तो बहुत हैं. പക്ഷെ വീട്ടിൽ ഈ സമ്പത്തും സൗകര്യങ്ങളും മക്കളും പേരമക്കളും ഒക്കെ കാണുമ്പോൾ എല്ലാം മറന്നു പോകുന്നു. ബാബയെ മറക്കുന്നു എന്ന് ബാബ പറയാണ്. ബാബ മനസ്സിലാക്കി തരുന്നതോ ഒരുപാടാണ് മനസ്സിലാക്കി തരുന്നത്. തുമക്ക് റുഹാനി സർവീസ് കർണി ഹെ. നിങ്ങൾ ആത്മീയ സേവ ചെയ്യണം. ബാബ് കി യാദ് ഹി ഊഞ്ചത്തെ ഊഞ്ച് സേവ. അപ്പോൾ ബാബ പറയാണ് ബാബയുടെ ഓർമ്മ തന്നെയാണ് ഏറ്റവും ഉയർന്ന സേവ. മനസ്സാ വാച കർമ്മണ ബുദ്ധിമേ ബാബ് കി യാദ് രഹേ. മനസ്സാ വാച കർമ്മണ ബുദ്ധിയിൽ ബാബയുടെ ഓർമ്മ വേണം. മുഖ് സേ ഭി ജ്ഞാൻ കി ബാത്തി സുനാവോ. കിസ്കോ ദുഃഖ് നഹി ദേനാ ഹെ കൊയ് അകർത്തവ്യ നഹി കർണ ഹെ. മുഖത്തിലൂടെ ജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. ആർക്കും ദുഃഖം കൊടുക്കാൻ പാടില്ല. അകർത്തവ്യമായ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. പഹലി ബാത്ത് അൾഫ് നാ സംജനെ സെ ഓർ കുച്ച് ബി സംജെങ്കിനെ. ആദ്യത്തെ കാര്യം ബാബയെ മനസ്സിലാക്കാതെ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. പഹലെ അൾഫ് പക്ക കരാവൂ തബ് തക്ക് ആകെ ബഡ്ന നഹി ചായി. ആദ്യം ബാബയെ ഉറപ്പിക്കും. ബാബയെ നന്നായിട്ട് മനസ്സിലാക്കി കൊടുക്കും. അത് കഴിഞ്ഞിട്ടേ മുന്നോട്ട് പോകാവൂ. ബാബയെ മനസ്സിലാക്കാത്തത് വരെ പിന്നെ അടുത്ത ജ്ഞാനത്തിലേക്ക് പോകരുത്. शिवबाबा राजयोग सिखलाकर विश्व का मालिक बनाते. इसी चीची दुनिया में माया का शो बहुत है. शिवबाബ രാജയോഗം പഠിപ്പിച്ച് നമ്മളെ വിശ്വത്തിൻ്റെ മാലിക്കാക്കി മാറ്റുന്നു. ഈ ചീച്ചി ലോകത്തിൽ മായയുടെ ഷോ അത് നമുക്ക് വലിയൊരു മായയാണ്. നിറയുണ്ട്. കിത്തന ഫാഷൻ ഹോകയാണ്. ബാബ ഒരു മായ പറയണം. എത്ര ഫാഷനാണ്. പലതരത്തിലിങ്ങനെ ഫാഷൻ മാറിക്കൊണ്ടിരിക്കുമല്ലോ. ചീച്ചി ദുനിയാസെ നഫ്രത്താനി ചെയ്യും. ഈ ചീച്ചി ലോകത്തോട് നമുക്ക് വെറുപ്പ് വരണം. ഏക് ബാപ് കോ യാദ് കർണേ സെ തുമാരെ വികർമ്മ വിനാശ് ഹോങ്കി.
ഒരു ബാബയെ ഓർമ്മിച്ചാൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. പവിത്ര ബെഞ്ചായെങ്കിൽ ബാബയെ ഓർമ്മിച്ചാൽ പവിത്രമാകും. ടൈം വേസ്റ്റ് നഹി കരു, സമയം ഒരിക്കലും വേസ്റ്റ് ആക്കരുത്. അച്ഛി രീതി ധാരണ കരു, ബാബ പറയുന്നത് നല്ലതുപോലെ ധാരണ ചെയ്യും. മായ ദുഷ്മൻ ബഹുത്തോങ്കോ അക്കൾ ചട്ട് കർ ദേത്തി ഹെ, ഈ മായയാകുന്ന ശത്രു നിറയെ പേരുടെ ബുദ്ധിയെ നശിപ്പിക്കുന്നു. കമാൻഡർ ഗഫലത്ത് കർത്തേ ഹെ തോ ഉनको ഡിസ്മിസ് ബി കർത്തേ ഹെ. ഇപ്പം കമാൻഡർമാരെന്ന് പറയുമ്പോൾ ടോപ്പിലിരിക്കുന്നവരല്ലേ, ആ കമാൻഡർമാരെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ വേണമെങ്കിൽ ഡിസ്മിസ്സും ചെയ്യാറുണ്ട്. खुद കമാൻഡർ को भी लज्जा आती है, फिर റിസൈൻ ബി കർ ദേത്തി. ചിലപ്പോൾ ചില സ്ഥലത്ത് കമാൻഡർമാർക്ക് നാണക്കേട് തോന്നും, അപ്പോൾ അവർ തന്നെ റിസൈൻ ചെയ്ത് പോവും. യഹാം ബി ഐസാ ഹോത്താ ഹെ, ഇവിടെയും അങ്ങനെ സംഭവിക്കാറുണ്ട്. അച്ഛേ കമാൻഡേഴ്സ് കബി ഫാ ഹോ ജാത്തി ഹെ, അതായത് തലപ്പത്തിരിക്കുന്ന ആൾക്കാരാണ്, കുറച്ചും കൂടെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ് നല്ല നല്ല കമാൻഡർമാരെന്ന് ബാബ ഉദ്ദേശിക്കുന്നത്. അവർക്കും മായ പിടിച്ച് അവർ നശിക്കാറുണ്ടെന്ന്, ജ്ഞാനം വിട്ട് പോകാറുണ്ടെന്ന്, അതാണ് അർത്ഥം. അച്ഛ मीठे मीठे सिक्कीलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते, रूहानी बच्चों की रूहानी बाप को नमस्ते. धारणा के लिए मुख्य सार, धारणा साരം याद की गुप्त मेहनत करनी है. ഒന്നാമത്തെ പോയിന്റ്, ഓർമ്മയിൽ ഗുപ്ത പരിശ്രമം ചെയ്യണം. ഓർമ്മയിൽ ഗുപ്ത പരിശ്രമം ചെയ്യണം. याद की मस्ती में रहने से സർവീസ് സ്വതः ही बढ़ती रहेगी. ഓർമ്മയുടെ ലഹരിയിലിരിക്കുന്നതിലൂടെ സേവ സ്വതവേ തന്നെ വർദ്ധിക്കും. ഓർമ്മയുടെ ഗുപ്ത പരിശ്രമം ചെയ്യണം. ഓർമ്മയുടെ ലഹരിയിലിരിക്കുന്നതിലൂടെ സേവ സ്വതവേ വർദ്ധിക്കും. മനസ്സാ വാച കർമ്മണ याद में रहने का पुरुषार्थ करना है. മനസ്സാ വാച കർമ്മണ, ഓർമ്മയിലിരിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. മനസ്സാ വാച കർമ്മണ, ഓർമ്മയിലിരിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. അടുത്ത പോയിന്റ്, മുഖസേ ജ്ഞാന കി ഹി ബാത്തേൻ സുനാനി ഹേ, മുഖത്തിലൂടെ ജ്ഞാനത്തിൻ്റെ മാത്രം കാര്യങ്ങൾ കേൾപ്പിക്കണം. മുഖത്തിലൂടെ ജ്ഞാനത്തിൻ്റെ മാത്രം കാര്യങ്ങൾ കേൾപ്പിക്കണം. കിസ്കോ ദുഃഖ് നഹി ദേനാ ഹെ, ആർക്കും ദുഃഖം നൽകരുത്. कोई भी അകർത്തവ്യ നഹി കർണ ഹെ, അകർത്തവ്യം ഒന്നും ചെയ്യാൻ പാടില്ല. ദേഹി അഭിമാനി बनने की मेहनत करनी है. ആത്മാഭിമാനി ആകുന്നതിൻ്റെ പരിശ്രമം ചെയ്യണം. ഇന്നത്തെ വരദാനം, വിജയീപ്പനെ के नशे द्वारा सदा हर्षित रहने वाले सर्व ആകർഷണവും से मुक्त भव. വിജയി, ഞാൻ വിജയിയാണ് എന്ന ലഹരിയിലൂടെ സദാ സന്തോഷമായിരിക്കുന്ന, ഹർഷിതമായിരിക്കുന്ന സർവ ആകർഷണങ്ങളിൽ നിന്ന് മുക്ത് ഭവ, സർവ ആകർഷണങ്ങളിൽ നിന്ന് മുക്തമായി ഭവിക്കും. ഞാൻ വിജയിയാണ് എന്ന ലഹരിയിലൂടെ സദാ ഹർഷിതമായിരിക്കുന്ന സർവ ആകർഷണ മുക്ത് ഭവ. വിജയി രത്നോ കാ യാദ്ഗാർ ബാപ് കെ ഗലെ കാ ഹാർ ആജ് തക്ക് പൂജാ ജാത്താ ഹെ. വിജയി രത്നങ്ങളുടെ ഓർമ്മചിഹ്നം ബാബയുടെ കഴുത്തിലെ മാല, അത് ഇന്ന് വരയ്ക്കും പൂജിക്കുന്നു. तो सदा यही नशा रहे कि हम बाबा के गले का हार विजयी रत्न है. അതിനാൽ സദാ ഇത് ഓർമ്മ വേണം, നമ്മൾ ബാബയുടെ കഴുത്തിലെ മാല വിജയീരത്നമാണ്. എപ്പോഴും ഈ ലഹരി വേണം, ഞാൻ ബാബയുടെ കഴുത്തിലെ മാലയിലെ വിജയീരത്നമാണ്. ഹം വിശ്വക്കെ മാലിക് ബാലക്, ഞാൻ വിശ്വത്തിൻ്റെ മാലിക്കിൻ്റെ ബാലക്കാണ്. വിശ്വത്തിൻ്റെ അധികാരിയായ ശിവബാബയുടെ ബാലനാണ് ഞാൻ. ഹമേ ജോ മിലാ ഹേ വോ കിസി കോ ഭി മിൽ നഹീ സക്ത.
ये नशा और खुशी स्थायी रहे तो किसी भी प्रकार की ആകർഷण से परे रहेंगे. അതായത് നമുക്ക് എന്ത് കിട്ടിയോ അത് മറ്റുള്ളവർക്ക് ആർക്കും കിട്ടുന്നില്ല, കിട്ടാൻ കഴിയില്ല. ഈ ലഹരിയും സന്തോഷവും സദാ സ്ഥായിയായിട്ടുണ്ടെങ്കിൽ ഒരു പ്രകാരത്തിലുള്ള ആകർഷണം ഉണ്ടാവില്ല, അതിൽ നിന്ന് മുക്തമായി ഇരിക്കാൻ പറ്റും. जो सदा विजयी है वो सदा हर्षित है. ആര് സദാ വിജയിയാണോ അവർ സദാ സന്തോഷമായിരിക്കും. एक बाप की याद के ही ആകർഷൺ में ആകർഷിത है. അപ്പോൾ വിജയി കുട്ടികൾ ഒരു ബാബയുടെ ഓർമ്മയുടെ ആകർഷണത്തിൽ ആകർഷിക്കപ്പെടും. അതുകൊണ്ട് ഇന്ന് മുഴുവനും എല്ലാവരും എപ്പോഴും ആ ഓർമ്മയിൽ, നമ്മളുടെ ഇത്രയും സോമാനങ്ങളുടെ ഓർമ്മയിൽ വിജയരത്നമാണെന്നുള്ള ഓർമ്മയിൽ സന്തോഷമായിരിക്കണം, ആകർഷണമുക്തമായിരിക്കണം. സ്ലോഗൻ ഏക കെ അന്ത് മേ കോ ജാന അർത്ഥാർത്ഥ് ഏകാന്തവാസി ബന്ന. ഒരാളിൻ്റെ അന്ത്യത്തിൽ, അതായത് ഒരാളിൻ്റെ മാത്രം ഓർമ്മയിൽ ലയിച്ചു ചേരുക, അർത്ഥം ഏകാന്തവാസി ആകുക. ഓം ശാന്തി. അപ്പോൾ ഇന്ന് രക്ഷാബന്ധനത്തിൻ്റെ ദിവസമാണ്. ഈ മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. രക്ഷാബന്ധനത്തിൻ്റെ മാസം ആയതുകൊണ്ട് ഈ മാസം മുഴുവനും പവിത്രത നമ്മൾ അഭ്യസിക്കും. ഓരോ ദിവസവും പവിത്രതയുടെ ഓരോ സോമാനങ്ങൾ എഴുതുകയും ആ സോമാനം അഭ്യസിക്കുകയും ധാരണ ചെയ്യുകയും വേണം. കാരണം ഇത് പവിത്രതയുടെ മാസമാണ്. അതൊന്ന്. പിന്നെ നമ്മളിന്ന് അവ്യക്ത ബാപ്ദാദയിൽ നിന്നും വളരെ സൂക്ഷ്മ തലത്തിൽ അവ്യക്ത രാഖി കെട്ടി, ശരി തന്നെ അല്ലേ? അപ്പം നിങ്ങൾ ഇതും കൂടെ സങ്കല്പിക്കണം. നിങ്ങൾ നിമിത്താത്മാവും നിങ്ങൾക്ക് രാഖി കെട്ടിത്തരുന്നു. കാരണം സാധാരണ നിമിത്താത്മാവാണല്ലോ രാഖി കെട്ടിത്തരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ബ്രാഹ്മണർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വലിയ ബന്ധം, ആത്മീയ ബന്ധം ഉറപ്പിക്കുകയാണ് ഈ രക്ഷാബന്ധനത്തിലൂടെ നടക്കുന്നത്. കാരണം നമ്മളുടെ ഈ സംഘടിതമായ ആ ഒരു പ്രവർത്തനമാണ് നമ്മളെ രക്ഷിക്കുന്നത് അല്ലേ? നമുക്ക് സംഘടനയുണ്ട്, ഇത്രയും വലിയ ഗ്രൂപ്പുണ്ട് നമ്മളെ രക്ഷിക്കാൻ, അത് ഓർമ്മിക്കാൻ. അപ്പോൾ അങ്ങനെയും കൂടെ മനസ്സിൽ സങ്കല്പം കൊണ്ടുവന്ന് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം, ആ ബാബയുടെ അദൃശ്യമായ കരങ്ങൾ കൊണ്ട് ഈ ലോകത്തിലുള്ളവർക്ക് മുഴുവനും, നമ്മളിപ്പോൾ മനസ്സാ സേവ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഈ ലോകത്തിലുള്ളവർക്ക് മുഴുവനും ആ ഒരു ആത്മീയ ശക്തിയുടെ രാഖി, ആ പ്രകാശത്തിൻ്റെ രാഖി കെട്ടിക്കൊടുക്കുക. നമ്മൾ മനസ്സിൽ അങ്ങനെ സങ്കല്പിക്കണം. അപ്പോൾ ഈ കൊറോണ എന്തെല്ലാം നമ്മളുടെ ആ പ്രശ്നങ്ങളുണ്ടോ അത് അവർക്ക് മാറുന്നതായിട്ട് ഈ രക്ഷാബന്ധം, ഇപ്പം നമുക്ക് എന്തായാലും സ്ഥൂലത്തിൽ പോയി രക്ഷാബന്ധം കെട്ടാൻ പറ്റില്ല. പക്ഷേ ഈ ലോകത്തിലുള്ളവർ മുഴുവൻ നമ്മളുടെ ആത്മസഹോദരങ്ങളാണ്. അതുകൊണ്ട് പ്രകാശത്തിൻ്റെ, ബാബയുടെ ശക്തികളുടെ അദൃശ്യമായ ആ പ്രകാശത്തിൻ്റെ രാഖി ഈ മുഴുവൻ ലോകത്തിനും നമുക്ക് കെട്ടിക്കൊടുക്കാം. അങ്ങനെയും കൂടെ ഇന്നത്തെ ദിവസം നമുക്ക് ചെയ്യാം. ഇതെല്ലാം മനസ്സാ സേവനമാണ്. പിന്നെ രാഖി കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതിജ്ഞ എടുക്കണമല്ലോ അല്ലേ? അപ്പം നമുക്കെല്ലാവർക്കും ഇപ്പോൾ പ്രതിജ്ഞ എടുക്കാം. നമുക്കിപ്പം ഇന്നത്തെ ദിവസം തന്നെ ബാബ നമുക്ക് ഒരുപാട് പവർ തരും. ഈ പ്രതിജ്ഞ എടുക്കാം. അപ്പം ഞാൻ പറയുമ്പം നിങ്ങളത് ഏറ്റു പറയൂ. മനസ്സിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ ഏറ്റു പറയൂ. നമുക്ക് പറയാം. ഈ രക്ഷാബന്ധനത്തിൻ്റെ പാവനമായ ഉത്സവത്തിൽ ഞാൻ ദൃഢസമ്പന്നമായ സങ്കല്പം എടുക്കുന്നു. ഒന്ന്, യോഗ അഗ്നിയിൽ പഴയ സംസ്കാരങ്ങളുടെ ബീജം ഭസ്മമാക്കി പുതിയ ലോകത്തിലെ പുതിയ സംസ്കാരം ധാരണ ചെയ്യും. രണ്ട്, സദാ ഏകരസമായ മൂഡ് വെച്ച് സന്തോഷമുള്ള മനസ്സും സന്തോഷമുള്ള മുഖവും ഉള്ളവരായിരിക്കും. അടുത്തത്, സമ്പൂർണ്ണ പാവനമാക്കി മാറ്റാനുള്ള സേവ ചെയ്യും. സർവപരിധികളെയും സമാപ്തമാക്കി കഴിഞ്ഞു പോയതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് ആത്മീയ സ്നേഹത്തിൻ്റെ നൂലിൽ
ബന്ധനസ്ഥരായി ഐക്യമത്യം ഏകരസസ്ഥിതി ഇവയിലൂടെ ഒരു ബാബയുടെ പേരിനെ പ്രത്യക്ഷമാക്കും. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. അടുത്തത് ഒരു 2 പോയിൻ്റ് ദാദിജിയുടെ കേൾക്കാം. പ്രകാശ്മണി ദാദിജിയുടെ മാസം കൂടിയാണ്. പ്രകാശ്മണി ദാദിജിയുടെ പോയിൻ്റുകളും വളരെ പവർഫുള്ളാണ്. 2 പോയിൻ്റ്. അതിൽ ദാദിജി പറയാണ്, കൊച്ചു ഇപ്പോൾ സേവനം നമ്മൾ ചെയ്യുമ്പോൾ സേവനത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ കൊച്ചു കാര്യങ്ങളായിരിക്കും. പക്ഷെ അതിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നമ്മുടെ മനസ്സങ്ങ് അങ്ങനെ വ്യർത്ഥ ചിന്ത വന്നുകൊണ്ടിരിക്കും. മനസ്സിലും വാക്കിലുമൊക്കെ ഇത്. അപ്പോൾ കൊടുക്കൽ വാങ്ങലിലെല്ലാം മേലെ താഴപ്പും. അതുകൊണ്ട് ഈ സേവനത്തിൻ്റെ ഫീൽഡിൽ വരുമ്പോൾ അതിൽ സൂക്ഷ്മത്തിൽ നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന സംസ്കാരം, ആ സംസ്കാരം ഉള്ളത് കൊണ്ടാണ് നമുക്ക് തമ്മിൽ ഉരസലുണ്ടാവുന്നത്, സേവാധാരികൾ തമ്മിൽ ഉരസലുണ്ടാകുന്നത്. അതിനെ ഇല്ലാതാക്കി, അതിനെ സമാപ്തമാക്കി സമ്പൂർണ്ണമായിട്ട് മനസ്സിനെ ശാന്തമാക്കണം എന്ന് പറയാണ് ദാദി. അതായത് നമ്മളുടെ ഉള്ളിലുള്ള സൂക്ഷ്മത്തിലും സൂക്ഷ്മമായ ഏത് സംസ്കാരം ഇനി ഒളിഞ്ഞിരിപ്പുണ്ടോ അതിലൂടെ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഉരസലുണ്ടാവും. ഇന്ന് നിങ്ങളത് കണ്ടുപിടിച്ച്, ഇന്ന് ഈ രക്ഷാബന്ധന ദിവസം ബാപ്ദാദയുടെ സ്പെഷ്യൽ ബ്ലെസ്സിങ് ഉള്ള ദിവസമായതുകൊണ്ട് നിങ്ങളത് ബാബയ്ക്ക് എഴുതിയിടണം. കുറേ പ്രാവശ്യം സങ്കല്പിക്കണം. ആ സൂക്ഷ്മത്തിലും സൂക്ഷ്മമായ ആ ദുശീലം എന്താണോ, ആ ദുർബലത എന്താണോ അതിനെ ബാബയ്ക്ക് കൊടുക്കണം, അതിനില്ലാതാക്കണം. മമ്മ ഒരിക്കലും തൻ്റെ വീക്ക്നെസ് കാണിച്ചിട്ടില്ല. മമ്മ സമ്പന്നതയുടെ മൂർത്തിയായി, ഒരു ഉദാഹരണ മൂർത്തിയായിട്ട് എല്ലാവരുടെ മുന്നിലും മമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ എന്ത് നമ്മളുടേതായ മനസ്സിൽ, നമ്മളുടെ സെൻറ്ററുകളിലെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെല്ലാം ഇന്ന് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടണം. ഇത് ദാദിജിയുടെ ശുഭഭാവനയാണ് നമ്മളെ പ്രതി. ബിന്ദു ഇട്ടിട്ട് സമ്പന്നവും കർമാതീതവും ആകുന്നതിൻ്റെ മൗനഭട്ടി നടത്തും. അങ്ങനെ സമ്പന്ന സ്ഥിതി നമ്മൾ നേടണം. അതിൻ്റെ വൈബ്രേഷൻ എല്ലായിടവും പരക്കണം. എല്ലാവർക്കും ആ സമ്പന്ന സ്ഥിതിയുടെ വൈബ്രേഷൻ കിട്ടണം. ദേഹബോധത്തിൽ നിന്ന് ഉപരിയായിരിക്കണം. ഇപ്പോൾ ആരെങ്കിലും നമ്മളെ കണ്ടാൽ അവർക്ക് അനുഭവം ഉണ്ടാവണം, ഇവർ ബാപ്പ് സമാനമായല്ലോ, ഇവർ മമ്മയ്ക്ക് സമാനം സമ്പന്നം ആയല്ലോ എന്ന് ഫീൽ ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം? എല്ലാ കാര്യത്തിനും ഫുൾ സ്റ്റോപ്പ് ഇടണം. ബിന്ദു ഇടണം. ഒന്നും മനസ്സിൽ വെക്കരുത്. എന്നിട്ട് പറയാണ് ദാദി, അത്ര ശക്തി നമുക്ക് വേണം. ഈ ഫുൾ സ്റ്റോപ്പ് ഇടണമെങ്കിൽ ഇന്നലെ നടന്ന കാര്യം പോലും ഞാൻ വലിച്ചഴിച്ച് ഇന്ന് കൊണ്ടുവരാതിരിക്കണമെങ്കിൽ അത്ര മനഃശക്തി വേണം നമുക്ക്. അങ്ങനെ കർമാതീതത്തിൻ്റെ ഭട്ടി ചെയ്യണം. അങ്ങനെ വിശ്വം മുഴുവനും വൈബ്രേഷൻ പോകണം. രാജയോഗി തപസ്വിയായി മാറണം. കർമാതീതം ആയിട്ട് നമുക്ക് വീട്ടിലേക്ക് മടങ്ങണം. അങ്ങനെയുള്ള സാക്ഷാത്കാര മൂർത്തിയാവണം. അതായത് ഇവർ സാക്ഷാൽ മൂർത്തി തന്നെ എന്ന് മറ്റുള്ളവർക്ക് തോന്നണം. ഓം ശാന്തി.